എൻ്റെ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും ഓരോ രീതിയിലുള്ള ജോലി ചെയ്യുന്നവരാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരു ഉപദേശം തരിക എന്നതാണ്. നമ്മളൊക്കെ നമ്മളെ ജോലി തിരക്കിനിടയിൽ നമ്മളെ ശരീരം മറന്നു പോവാറുണ്ട്. കറക്റ്റ് എക്സസൈസ് ചെയ്യാറില്ല, നല്ല രീതിയിലുള്ള ഫുഡ് കഴിക്കാറില്ല. എപ്പോഴും ടെൻഷനും മറ്റ് വർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പല ആളുകളും ചിലവഴിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പണം നമുക്കുണ്ടാവും, അതേപോലെ ആ പണം കൊണ്ട് ജീവിക്കാനുള്ള ഒരു രീതി നമുക്ക് അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ ഒരു ജേക്കബ് എന്നൊരു വ്യക്തിയുടെ കഥ പറയാം. അദ്ദേഹം ഓഫീസിൽ നല്ല വർക്കറായിരുന്നു. 10 മണിക്കൂർ വർക്ക് ചെയ്തതിന് ശേഷം ഓവർ ടൈമായിട്ട് വീണ്ടും വർക്ക് ചെയ്ത് നല്ല രീതിയിൽ പണം സമ്പാദിക്കുന്നുണ്ട്, നല്ല രീതിയിലുള്ള വർക്കും ചെയ്യുന്നുണ്ട്. കമ്പനിയിലൊക്കെ അവൻ നല്ല പേര് കേട്ടവനാണ്, പണം കൊണ്ടും അവൻ നല്ല പേര് കേട്ടവനാണ്. വീട്ടുകാരെ മുമ്പിലും അവൻ നല്ല പണക്കാരനാണ്, നല്ല രീതിയിൽ വീട്ടുകാരെ സഹായിക്കുന്നു, കുടുംബങ്ങളെ സഹായിക്കുന്നു. പക്ഷേ അവൻ്റെ ജീവിതത്തിൽ മറന്നുപോയൊരു കാര്യമുണ്ട്. അവൻ്റെ സ്വന്തം ശരീരം അവൻ മറന്നുപോയി. ജേക്കബ് ഒരു ദിവസം ബ്ലഡ് പ്രഷർ കൂടി നിലത്ത് വീഴുകയായിരുന്നു. അവനെ അവിടുത്തെ പണിക്കാരും കൂടി അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം പറഞ്ഞത് 8 ബ്ലോക്ക് ഉണ്ടെന്നാണ്. അവൻ്റെ ജീവിതത്തിൽ ഇത്ര കാലം അവൻ ശരീരത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അവൻ പറയുന്നു 24 മണിക്കൂറും വർക്ക്, പണം എന്നുള്ള ചിന്തയായിരുന്നു. പണം അവൻ അത്യാവശ്യം ആവുകയും ചെയ്തു. പക്ഷേ അവൻ്റെ കുടുംബത്തിന് വേണ്ടിയും ചിലവഴിക്കാൻ സാധിച്ചു. പക്ഷേ അവന് വേണ്ടി ചിലവാക്കാൻ അവന് സാധിച്ചില്ല. അതുപോലെ ഒരു ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡോക്ടർ ഒരു കുറിപ്പ് എഴുതിപ്പോയി മരിക്കുന്നതിന് മുമ്പായി. ആ ഡോക്ടർ ആത്മഹത്യയാണ് ചെയ്തത്. അദ്ദേഹം എഴുതിയ കുറിപ്പ് ഇതാണ്: എനിക്കൊരുപാട് പണം ഉണ്ടാക്കാൻ സാധിച്ചു, പക്ഷേ ആ പണം എങ്ങനെ ചെലവാക്കണമെന്നറിയാതെ ഞാൻ മരിക്കുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്തോ അത്ഭുതം തോന്നിയേക്കാം. പക്ഷേ മനുഷ്യൻ്റെ ജീവിതം അങ്ങനെയാണ്. ഒരു നേരത്തെ ചിന്ത, ഒരു നേരം മനുഷ്യൻ ചിന്തിക്കുന്ന ചിന്തയിൽ ചെറിയൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യൻ്റെ കാര്യമൊക്കെ കഴിഞ്ഞു. ഒരു വ്യക്തി നല്ലോണം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ ചിന്തയിൽ വരുന്ന മാറ്റം അവൻ എന്നേക്കുമായിട്ടില്ലാണ്ടാകും. ചിലപ്പോൾ സംശയരോഗമാകാം, മറ്റു മാനസിക സമ്മർദ്ദമാകാം. ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നല്ല ഭക്ഷണം കഴിക്കുക, നല്ല യാത്രകൾ പോവുക, വിനോദത്തിൽ ഏർപ്പെടുക, ഇടയ്ക്കിടയ്ക്ക് എൻ്റർടൈൻമെൻറ്റൊക്കെ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. എപ്പോഴും വർക്ക് ചെയ്യുന്നത് ഒഴിവാക്കി ശരീരത്തിന് വേണ്ടിയും നിങ്ങൾക്കും വേണ്ടിയും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുക.